പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 7 ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. എ ടെയിൽ ഓഫ് 3 ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നോക്കിയേ, എ ട്രയാങ്കിൾ ഈസ് ദ മോസ്റ്റ് ബേസിക് ക്ലോസ്ഡ് ഷേപ്പ്. അപ്പോൾ നമുക്കറിയാം ക്ലോസ്ഡ് ഷേപ്പായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ബേസിക് ക്ലോസ്ഡ് ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്. ഇപ്പോൾ 2 ലൈൻസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരിക്കലും ഒരു ക്ലോസ്ഡ് ഷേപ്പ് വരയ്ക്കാനായിട്ട് പറ്റില്ല. 3 ലൈൻ സെഗ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലോസ്ഡ് ഷേപ്പ് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലോസ്ഡ് ഷേപ്പ് ട്രയാങ്കിളാണ്. പിന്നെ ബാക്കിയെല്ലാം അതിന് മുകളിലോട്ടുള്ളതാണ് അല്ലേ, ക്വാഡ്രിലേറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, അതൊക്കെ ഏറ്റവും കുറഞ്ഞ ലൈൻ സെഗ്മെൻറ്റുകൾ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നത് ട്രയാങ്കിളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 കോർണർ പോയിൻറ്റ്സ്. ട്രയാങ്കിളിന് 3 കോർണർ പോയിൻറ്റുകളുണ്ട്. ദാറ്റ് വി കോൾ ദ വെർട്ടെക്സ് ഓഫ് ദി ട്രയാങ്കിൾ. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? വെർട്ടെക്സ് എന്ന് വിളിക്കും. അതായത് എ ഒരു വെർട്ടെക്സ് ആണ്, ബി ഒരു വെർട്ടെക്സ് ആണ്, സി ഒരു വെർട്ടെക്സ് ആണ്. അടുത്തത് 3 ലൈൻ സെഗ്മെൻറ്റ്സ് ഓർ ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ദാറ്റ് ജോയിൻ ദ പേഴ്സ് ഓഫ് വെർട്ടിസസ്. അതായത് ഈ 3 ലൈൻ സെഗ്മെൻറ്റുകൾ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ജോയിൻ ദി പേഴ്സ് ഓഫ് വെർട്ടിസസ്. 2 വെർട്ടിസസുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ട്രയാങ്കിളുകൾ പല ഷേപ്പുകളിലുണ്ട്. അപ്പം ഇവിടെ നോക്കിയേ, ഒബ്സർവ് ദ സിമ്പിൾ യൂസ് ടു ഡിനോട്ട് എ ട്രയാങ്കിൾ ആൻഡ് ഹൗ ദ ട്രയാങ്കിൾ ആർ നെയിംഡ് യൂസിങ് ദ വെർട്ടിസസ്. അപ്പോൾ അതായത് കണ്ടോ, ട്രയാങ്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സിമ്പൽ എഴുതിയിട്ട് നമുക്ക് എ ബി സി എഴുതാം. അപ്പോൾ ഇതെങ്ങനെ റീഡ് ചെയ്യും? ട്രയാങ്കിൾ എ ബി സി എന്ന് വിളിക്കും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ബി സി എ എന്ന് പറയാം, ട്രയാങ്കിൾ ബി സി എ എന്ന് പറയാം, അതുപോലെ ട്രയാങ്കിൾ സി എ ബി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിന് നെയിം കൊടുക്കുമ്പോൾ അതിൻ്റെ വെർട്ടീസസ് ഏത് ഓർഡറിൽ വേണമെങ്കിലും വരാം. Like the 3 sides meeting at the corners give rise to 3 angles that we call the angles of the triangle. അപ്പോൾ 3 sides meeting at the corners. അപ്പോൾ എന്ത് പറ്റുന്നു? 3 ആംഗിൾസ് അവിടെ ഉണ്ടാകുന്നു. ആ ആംഗിളുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ 3 ആംഗിൾസ് ഏതൊക്കെ നമുക്ക് പറയാം? ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെയുള്ള സൈനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയും? ആംഗിൾ സി എ ബി. സി എ ബി എന്ന് പറയുമ്പോൾ ഏത് ആംഗിൾ വരും? ഈ ആംഗിൾ വരും, ആംഗിൾ സി എ ബി. അടുത്ത ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ എ ബി സി. അതായത് നമ്മൾ എഴുതുന്ന ഈ നെയിമിൻ്റെ മിഡിലിൽ ഏത് ലെറ്റർ വരുന്നോ ആ ആംഗിളിനെ ആയിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് എന്ത് വരും? ആംഗിൾ ബി സി എ. അപ്പോൾ ഫസ്റ്റ് വൺ ആംഗിൾ എയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെക്കൻഡ് വൺ ആംഗിൾ ബി എ റെപ്രസെൻറ്റ് ചെയ്യുന്നു, തേർഡ് വൺ ആംഗിൾ സി എ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഇതിനെ ആംഗിൾ എ എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, ഇതിനെ ആംഗിൾ ബി എന്ന് ഡിനോട്ട് ചെയ്യാം, ഇതിനെ ആംഗിൾ സി എന്ന് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. ഓക്കെ. വാട്ട് ഹാപ്പൻ വെൻ ദ 3 വെർട്ടീസസ് ലൈ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ? ഇനി ഈ 3 വെർട്ടീസസ് സ്ട്രെയിറ്റ് ലൈനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ മുകളിൽ നമ്മൾ കണ്ടത് 3 വെർട്ടീസസും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിനെ ട്രയാങ്കിളായിട്ട് വരയ്ക്കാൻ പറ്റി. ഇനി ഈ 3 വെർട്ടീസസും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനെ നമുക്ക് ട്രയാങ്കിളായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ദേ ബിക്കം കോലീനിയർ അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ്, നേരെ സ്ട്രെയിറ്റ് പാത്താണ് ഇവിടെ ഫോം ആകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദേ ബിക്കം collinear. This means they no longer form a triangle because the 3 points do not enclose any area. They simply align along the same straight path.
മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ. എമംഗ് ഓൾ ദി ട്രയാങ്കിൾസ് ദ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ് ആർ ദി മോസ്റ്റ് സിമെട്രിക് വൺ. അപ്പോൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദീസ് ആർ ട്രയാങ്കിൾസ് ഇൻ വിച്ച് ഓൾ ദ സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. എല്ലാ സൈഡുകളും ഈക്വൽ ലെങ്തിൽ വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡുകളും, അതായത് എല്ലാ സൈഡുകളും എന്ത് തന്നെയായിരിക്കും? സെയിം ലെങ്തിൽ തന്നെയായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. ഇവിടെ നമ്മളോട് 4 സെൻറ്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കൺസ്ട്രക്റ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ സാധാരണ റൂളറും പെൻസിലും ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള അടുത്ത ഒരു ലൈൻ വരയ്ക്കും. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ള ഇത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ലെങ്ത് കിട്ടണമെന്നില്ല. അപ്പോൾ 3 സൈഡുകളും 4 സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കാൻ നമുക്കിങ്ങനെ വരയ്ക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് 3rd സൈഡ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ കോമ്പസും കൂടെ യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ബേസായിട്ട് 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഇനി അടുത്തതായിട്ട് എല്ലാ സൈഡുകളും 4 സെൻറ്റിമീറ്റർ ആണ്. ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സ്കെയിലിൽ നമ്മുടെ കോമ്പസിൻ്റെ ഒരു ടിപ്പ് നമ്മൾ എവിടെ വെക്കും? 0-ൽ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെൻസിൽ വരുന്നിടം എവിടെ വെക്കും? 4-ൽ വെക്കും. അങ്ങനെ നമ്മൾ സ്കെയിലിൽ വെച്ച് കോമ്പസ് 4 സെൻറ്റിമീറ്റർ ലെങ്ത് എടുക്കും. എന്നിട്ട് നമ്മുടെ കോമ്പസിൻ്റെ പോയിൻ്റർ എയിൽ വെച്ചിട്ട് നമ്മളൊരു ആർക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് കോമ്പസിൽ വ്യത്യാസം വരാതെ നോക്കണം. എന്നിട്ട് വീണ്ടും കോമ്പസിൻ്റെ പോയിൻ്റർ ബിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത ആർക്ക് നമ്മളിങ്ങനെ വരയ്ക്കും. അപ്പോൾ നമുക്ക് 2 ആർക്കുകൾ നമുക്ക് കിട്ടും. ഇതാ കണ്ടോ? 2 ആർക്കുകൾ നമുക്ക് കിട്ടും. ഇനി ഈ ആർക്കുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കറക്റ്റായിട്ട് 3 സൈഡുകളും ഈക്വൽ ലെങ്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇനി കൺസ്ട്രക്റ്റിംഗ് എ ട്രയാങ്കിൾ വെൻ ഇറ്റ് സൈഡ്സ് ആർ ഗിവൺ. ഇനി ഇതിൻ്റെ സൈഡ്സ് ഗിവൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത്? അപ്പോൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ അല്ലാത്ത ഒരു ട്രയാങ്കിൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി നോക്കിയാൽ ഇവിടെ കൺസ്ട്രക്റ്റ് ട്രയാങ്കിൾ ഓഫ് സൈഡ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ. അങ്ങനെ ഇത് 3 സൈഡുകളും ഡിഫറൻറ്റ് ലെങ്തിലാണല്ലേ. അപ്പോൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ അല്ല. ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 3 സൈഡ് ലെങ്തുകളുണ്ട്, 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ തരുമ്പോൾ നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേപ്പറിൻ്റെ സൈഡിൽ റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ ABC വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലെങ്തുകൾ അവിടെ കൊടുക്കുക. 4, 5, 6. ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇനി നോക്കി ഇത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ബേസായിട്ട് AB എടുക്കുന്നു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ AB 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, AB ഇതാ ഇവിടെ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? AC ആണ് വേണ്ടത്. അത് 5 ആണല്ലേ. അപ്പം നിങ്ങൾ കോമ്പസിൻ്റെ പോയിൻ്റർ സ്കെയിലിൻ്റെ 0-ൽ വെച്ചിട്ട് പെൻസിൽ വരുന്നിടം നിങ്ങൾ 5-ൽ വെച്ച് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് കോമ്പസിൻ്റെ പോയിൻ്റർ Aയിൽ വെച്ചിട്ട് നിങ്ങളൊരു ആർക്ക് വരയ്ക്കുന്നു.
ഇനി നിങ്ങൾക്ക് BC ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പസ് സ്കെയിലിൽ വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് കോമ്പസിൻ്റെ പോയിൻ്റർ Bയിൽ വെച്ചിട്ട് നിങ്ങൾ അടുത്ത ആർക്ക് 6 വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? നിങ്ങൾ 5 വരച്ചു, അടുത്തത് ഇവിടുന്ന് 6 വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്ത പിക്ചറാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് ഇവിടെ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അന്നേരം ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സൈഡിലൊന്ന് വരയ്ക്കുക. വരച്ചതിന് ശേഷം നിങ്ങൾ ഇതിന് മെഷർമെൻറ്റുകൾ ഇവിടെ 4, 4, 6 ആണല്ലേ? അപ്പോൾ ABക്ക് 4 കൊടുക്കുക, AC 4, BC 6. സൈഡ് ലെങ്തുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ബേസ് 6 വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി രണ്ടും എന്താവും? 4 ആവും. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ ഇവിടെ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ബേസ് വരയ്ക്കുക. ബാക്കി മെഷർമെൻറ്റുകൾ കോമ്പസ് ഉപയോഗിച്ച് സ്കെയിലെടുത്തതിന് ശേഷം ആർക്ക് വരച്ച് അത് മീറ്റ് ചെയ്യുന്ന അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ കൺസ്ട്രക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സൈഡ്സ് 4, 4, 6 വരുന്ന ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സൈഡിലോട്ട് മാറ്റി റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ട്രയാങ്കിൾ ABC. അപ്പോൾ ഈ സൈഡ് 4, ഈ സൈഡ് 4, ഈ സൈഡ് 6, ഇങ്ങനെ വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇനി നിങ്ങൾ തിരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും വരയ്ക്കാൻ. ഇവിടെ 6ഉം ഇവിടെ 4ഉം 4ഉം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ബേസ് നിങ്ങൾ 6 വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക. ഈ 0 തൊട്ട് ഈ 6 വരെ വരുന്നിടത്ത് നിങ്ങൾ വരയ്ക്കുക. ഇതിന് നിങ്ങൾ AB എന്ന് പേര് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ACയും 4 ആണ്, BCയും 4 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്കെയിലിൽ നിങ്ങൾ നിങ്ങളുടെ കോമ്പസിൻ്റെ പോയിൻ്റർ 0യിലും ഇതിൻ്റെ ടിപ്പ് 4ലും വരുന്ന രീതിയിൽ വെച്ച് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കുക. കോമ്പസിൻ്റെ പോയിൻ്റർ 0യിലും നമ്മുടെ പെൻസിൽ 4ലും വരുന്ന രീതിയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് കോമ്പസിൻ്റെ പോയിൻ്റർ ഇവിടെ Aയിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഒരാർക്ക് വരയ്ക്കുക. ഇനി BCയും 4 ആയതുകൊണ്ട് Bയിൽ വെച്ചിട്ട് വീണ്ടും നിങ്ങൾ അടുത്ത ആർക്ക് വരയ്ക്കുക. ഇനി ഈ ആർക്കുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റുമായിട്ട് രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിന് C എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് 3, 4, 5. അപ്പോൾ നിങ്ങൾ ഒരു ട്രയാങ്കിൾ സൈഡിൽ റഫായിട്ട് വരയ്ക്കുക. ABC. നിങ്ങൾ ലെങ്ത് കൂടിയത് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ 5, 3, 4 എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെഷർമെൻറ്റ് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ AB ആണ് വരച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ AB 5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇത് 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് 3ഉം 4ഉം ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ 0യിൽ നിന്ന് 3യിലേക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കുക. കണ്ടോ? കറക്റ്റായിട്ട് 3 മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ Aയിൽ നിന്നാണ് നമുക്ക് 3 വേണ്ടത്. അപ്പോൾ കോമ്പസ് അവിടെ വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കുക. ഇനി Bയിൽ നിന്ന് Cയിലോട്ട് നമുക്ക് 4 ആണ് വേണ്ടത് അല്ലേ? ഒരു പോയിൻ്റ് പോലും വ്യത്യാസമില്ലാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇവിടെ വെച്ചിട്ട് അടുത്ത ആർക്ക് വരയ്ക്കുക. ഇത് B, ഈ ഇൻ്റർസെക്റ്റ് ആകുന്ന പോയിൻ്റ് C. എന്നിട്ട് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുക.
ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ നമ്മൾ മുകളിൽ വരച്ച ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ലെങ്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. 2 സൈഡുകൾ ഈക്വലാണ്, ഇത് ഡിഫറൻ്റ് ആണ് അല്ലേ, ഇതും ഈക്വലാണ്. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഇനി ഇപ്പോൾ വരച്ച ട്രയാങ്കിളിൽ നോക്കിയാൽ, ഇപ്പോൾ വരച്ച ട്രയാങ്കിളിൽ ഇത് 5, ഇത് 3, ഇത് 4, മൂന്നും ഡിഫറെൻറ്റ് മെഷർമെൻറ്റിലുള്ള ട്രയാങ്കിളുകളാണ്. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മൾ സ്കേലൻ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ 1, 5, 5. ഇവിടെ നമുക്ക് 2 സൈഡുകൾ ഈക്വലാണ്, അതുകൊണ്ട് എന്തായിരിക്കും, ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ബേസ് എടുക്കുമ്പോൾ 5 താഴെ വരുന്ന രീതിയിൽ എടുക്കുക. 1 എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. 1 എടുത്ത് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് 5 മെഷർ ചെയ്തെടുക്കുക. ഇത് 5 സെൻറ്റിമീറ്റർ. ഇനി നിങ്ങൾക്ക് ഇവിടെ 1 ആണ്, ഇനി നിങ്ങൾക്ക് 1ഉം 5ഉം ആണ് വേണ്ടത് അല്ലേ. അല്ലെങ്കിൽ തിരിച്ച് 1 ആദ്യം വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 5 എടുത്തിട്ട് ഒറ്റ ഇതിൽ തന്നെ വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമുക്കൊന്ന് നോക്കാമേ. ഇത് മാറ്റിയിട്ട് ഞാനിവിടെ 1 വരയ്ക്കുന്നു. 1 വരച്ചു, 1 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് 5 മെഷർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം, ഇന്ന പോലെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അത് നോക്കിയേ, കറക്റ്റ് 5 മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോമ്പസ് ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മളൊരാർക്ക് വരയ്ക്കുന്നു, ഇപ്പുറത്ത് വെച്ചിട്ട് അടുത്ത ആർക്ക് വരയ്ക്കുന്നു. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ജോയിൻ ചെയ്യുന്നു. എ ബി സി. ഇത് 5 സെൻറ്റിമീറ്റർ, ഇതും 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഏത് ട്രയാങ്കിളാണ്? ഇത് ഐസോസെലസ് ട്രയാങ്കിളാണ്. ഇനി അടുത്തത് 4, 6, 8. ഇതും 3ഉം ഡിഫറെൻറ്റ് മെഷേഴ്സാണ്. അപ്പോൾ ഇതെങ്ങനത്തെ ട്രയാങ്കിളായിരിക്കും? സ്കേലൻ ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ സൈഡിൽ റഫായിട്ടൊന്ന് വരച്ച് നോക്കുക. ബേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെങ്ത് കൂടിയത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4, 6, 8. ഇത് എ, ഇത് ബി, ഇത് സി. അപ്പോൾ എ ബി 8 വരയ്ക്കുക. ഞാൻ സ്കെച്ച് വെച്ച് വരയ്ക്കുന്നുണ്ട്, മറ്റേ പേപ്പറിൽ ഇങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എ ബി 8 വരയ്ക്കുക. ഇവിടെ എ ബി 8 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് 4ഉം 6ഉം ആണ് വേണ്ടത്. അപ്പോൾ 4 കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 4 ഞാൻ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എയിൽ വെച്ചിട്ട് 4ൽ ഒരാർക്ക് വരയ്ക്കുന്നു. ഇനി അടുത്തത് 6 ആണ് വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് സ്കെയിലിന് 6 മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് ബിയിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്തേക്ക് 2 പോയിൻറ്റുകളിൽ നിന്നും ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ ഓരോ സൈഡും നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ, കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് 6 കിട്ടി. ഇവിടെ നമുക്ക് 4 കിട്ടി കണ്ടോ. ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് നോക്കിയേ, 3ഉം 3.5 ആണ്. അപ്പോൾ നമുക്ക് 3.5 നമ്മളിതാ ഇവിടെ ബേസ് ആദ്യം വരയ്ക്കുന്നു, 3.5. ഇനി നമ്മൾ സ്കെയിലിൽ 3.5 നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. കറക്റ്റായിട്ട് 3.5 മെഷർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് 2 സൈഡുകളിലും വെച്ചിട്ട് നമ്മൾ ഓരോ ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണത്തില്ലായിരുന്നു. ആദ്യം 3.5 ഞാൻ വരച്ചു, എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു, അടുത്തത് ഇപ്പുറത്ത് വെച്ചിട്ട് ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഈ ട്രയാങ്കിളിനെ നമ്മൾ 3 സൈഡുകളും ഈക്വൽ ആയതുകൊണ്ട്
ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇപ്പോൾ 2 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. 3 സൈഡ്സും ഡിഫറൻ്റ് ആണെങ്കിൽ സ്കേലൻ ട്രയാങ്കിൾ എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.